നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെയും വിജീഷിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവ് തേടി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയിലെ തെളിവെടുപ്പിനും നീണ്ട ചോദ്യം ചെയ്യലിനും ശേഷമാണ് സുനിയെയും വിജീഷിനെയും ആലുവ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും പ്രധാന തെളിവ് ശേഖരണത്തിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ഈ അപേക്ഷ ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. റിമാൻഡ് ചെയ്ത പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. തനിക്ക് പിന്നിൽ മറ്റാരുമില്ലെന്നും താനാണ് സംഭവത്തിന്റെ മുഴുവൻ ആസൂത്രകൻ എന്നുമാണ് സുനി മൊഴി നൽകിയിട്ടുള്ളത്. നടിയുടെ ദൃശ്യങ്ങളെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഈ മൊബൈൽ ഫോൺ താൻ ഉപേക്ഷിച്ചുവെന്നും സുനിൽ പോലീസിനോട് പറഞ്ഞു. പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. സംഭവത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയുണ്ടായിരുന്നോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ദേശീയപാതയോരത്ത് വെണ്ണലയിലെ ഒരു ഓടയിലാണ് ഫോൺ ഉപേക്ഷിച്ചത് എന്നായിരുന്നു സുനിയുടെ മൊഴി. എന്നാൽ രാത്രി നടത്തിയ തെളിവെടുപ്പിൽ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ സുരക്ഷിതമായൊരിടത്ത് ഒളിപ്പിച്ച പ്രതി കള്ളം പറയുകയാണ് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. സുരക്ഷാ കാരണങ്ങളാൽ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയാണ് മെഡിക്കൽ സംഘം പ്രതികളെ വൈദ്യപരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പൾസർ സുനിയെയും വിജീഷിനെയും അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേസന്വേഷണത്തിൽ തിരിച്ചടിയുണ്ടാകുമായിരുന്നുവെന്ന് നിയമവിദഗ്ധർ. കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ ഏറെ അന്തരമുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അറസ്റ്റിനെ വിമർശിച്ച കുമ്മനത്തിന്റെ നിലപാട് പ്രതികളെ പരോക്ഷമായി സഹായിക്കുന്നതാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും പ്രതികരിച്ചു. പ്രതികളെ കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ ചിലർ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നിയമവിദഗ്ധർ നിലപാട് വ്യക്തമാക്കിയത്. കീഴടങ്ങിയ പ്രതിയെ കോടതി വിട്ടു നൽകുമ്പോൾ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിൽ ഏറെ നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ടാകുമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അത് സത്യം പുറത്തുവരുന്നതിന് തടസ്സമാകും. ഈ സാഹചര്യത്തിൽ പോലീസ് നടപടി പൂർണ്ണമായും ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ പരിരക്ഷയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കോടതിയിൽ നിന്ന് വരുന്നത് തടവുകാരനാകുമ്പോൾ അവിടെ ചില പരിമിതികളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. പോലീസ് നടപടിയെ വിമർശിക്കുന്നവർ നീതിയുടെ താൽപ്പര്യങ്ങൾക്കെതിരാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. അതിനാൽ കുമ്മനത്തിന്റെയും പി ടി തോമസിന്റെയും നിലപാടിനെ പിന്തുണയ്ക്കാനാവില്ല. പോലീസുകാർക്ക് ഇയാളെ സമ്മർദ്ദം ചെലുത്തിയോ കുറെ കൂടി ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യാനും അയാളിൽ നിന്ന് കുറെ കൂടി കാര്യങ്ങളൊക്കെ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കും. ഇന്നലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പോലീസിന് അത്ര തന്നെ ഫലപ്രദമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കീഴടങ്ങാൻ അനുവദിച്ചിരുന്നെങ്കിൽ പ്രതികളെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമായിരുന്നു. കോടതി അവധിയായതിനാൽ പ്രതികൾക്ക് അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കും. ഇത് സ്വതന്ത്രമായ ചോദ്യം ചെയ്യലിനും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തടസ്സമാകുമായിരുന്നെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തർപ്രദേശ് 5ാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അമേഠി ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുത്ത്. ഇതിനിടയിൽ കാൺപൂർ തീവണ്ടി അപകടത്തിന് സമാജ്വാദി പാർട്ടി ഒത്താശ ചെയ്തെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം വിവാദമായി. എന്നാൽ BJP ഹിന്ദുത്വ ധ്രുവീകരണം നടത്തുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 262 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതോടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന 141 മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്ത് UPയുടെ രാഷ്ട്രീയ കടിഞ്ഞാൺ ഉറപ്പിക്കുന്നതാണ്. മാർച്ച് 11 ബലം പ്രഖ്യാപിക്കവേ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഉൾപ്പെടെ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ അമേഠിയിൽ ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച 5ാം ഘട്ട വോട്ടെടുപ്പ്. 2012 37 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വലിയ കുത്തൊഴുക്ക് ഈ മേഖലയിൽ BJPയിലേക്കുണ്ടായി. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം ഇതിനെ തടയിടുമെന്ന് അഖിലേഷ് യാദവ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലൊതുങ്ങിയ BSP പക്ഷേ മികച്ച പ്രചരണമാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. അമിത്ഷായെ കസബിനോട് ഉപമിച്ചും BJPയുടെ പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും ഉയർത്തിയുള്ള മായാവതിയുടെ പ്രചരണം ജനശ്രദ്ധ ആകർഷിച്ചു. അഖിലേഷിന്റെ കഴുതാ പരാമർശത്തിന് പിന്നാലെ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തോടെ മോദിയുടെ ചിരിമാഞ്ഞെന്നും BJP ഹിന്ദുത്വ കാർഡ് ഇറക്കുകയാണെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾക്കും പാർട്ടികൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുമാണ് അവസാനഘട്ട പ്രചരണങ്ങളെല്ലാം സാക്ഷ്യം വഹിച്ചത്. സർദാർ പട്ടേലിന്റെയും കൃഷ്ണന്റെ കർമ്മഭൂമി എന്ന് വിശേഷിപ്പിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രചരണങ്ങളും ഈ ഘട്ടങ്ങൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. മനുശങ്കർ, ദില്ലി.
പശ്ചിമബംഗാളിൽ ഗർഭിണിയുടെ നേർക്ക് BJP നേതാവിന്റെ കൊടും ക്രൂരത. ഗർഭിണിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. ബംഗാളിലെ നാദിയ ജില്ലയിൽ താൻതലയിലായിരുന്നു സംഭവം. പരീക്ഷയ്ക്കിടെ ഉച്ചഭാഷണിയിലൂടെ ഭക്തിഗാനം വെച്ചതിൽ പരാതിപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമായത്. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സ്ത്രീ പരാതിപ്പെട്ടത്. BJP നേതാവ് പലാഷ് കുമാർ വിശ്വാസം ഇയാളുടെ ഗുണ്ടകളും ചേർന്ന് പരാതിപ്പെട്ട സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തടസ്സം പിടിക്കാനെത്തിയ സ്ത്രീയുടെ ബന്ധുവിനെയും മർദ്ദിച്ചു. BJP നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹൈദരാബാദ് സ്വദേശിയായ എഞ്ചിനീയർ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചു. വാറങ്കൽ സ്വദേശി ശ്രീനിവാസ് കുച്ചിഹോട്ടയാണ് കൻസാസിൽ വെച്ച് വെടിയേറ്റത്. 51-കാരനായ മുൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് ശ്രീനിവാസിന് നേരെ വെടിയുതിർത്തത്. എൻ്റെ രാജ്യം വിട്ടുപോകൂ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് വെടിയുതിർത്തത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശ്രീനിവാസ് കൊല്ലപ്പെടുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അലോക് മദാസനിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ 5 കോടിയിലധികം ആളുകൾക്ക് വിഷാദ രോഗമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പഠന റിപ്പോർട്ട്. ആത്മഹത്യാ നിരക്കിലും ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. ലോകത്ത് ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിഷാദവും മാനസിക വൈകല്യങ്ങളും എന്ന തലക്കെട്ടിൽ ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ആത്മഹത്യാ നിരക്കിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 5 കോടിയിലധികം ഇന്ത്യക്കാരാണ് വിവിധ തരത്തിലുള്ള വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ലോകത്താകെ 322 മില്യൺ ആളുകളാണ് വിഷാദ രോഗത്തിന് അടിമകളായിട്ടുള്ളത്. ഇതിൽ പകുതിയിലധികവും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 2005 മുതൽ 2017 കാലയളവിൽ വിഷാദ രോഗികളുടെ എണ്ണത്തിൽ 18.4% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2015-ൽ 8 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. ഇതിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുമുണ്ട്. 15 മുതൽ 30 വയസ്സുവരെ പ്രായത്തിനിടയിലുള്ളവരിലെ മരണകാരണത്തിൽ ആത്മഹത്യയ്ക്ക് 2-ാം സ്ഥാനമാണുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലുള്ളത്. ലോകത്ത് ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നുവെന്നും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. വന്യമൃഗങ്ങളിലും ഉപരി ചെറുജീവികളുടെ സംരക്ഷണത്തിലൂടെ മാത്രമേ പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനാകൂ എന്ന് അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് ദി എൻവിയോൺമെന്റ് പുറത്തിറക്കിയ പഠനഗ്രന്ഥം ചൂണ്ടിക്കാട്ടുന്നു. മലയാളി ശാസ്ത്രജ്ഞൻ പ്രിയദർശൻ ധർമ്മരാജൻ എഡിറ്റ് ചെയ്ത ഇൻവെർട്ടിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഇൻ വെസ്റ്റേൺ ഗാട്സ് എന്ന ഗ്രന്ഥമാണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നത്. വന്യജീവികളെ സംരക്ഷിക്കാതെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനാകില്ല. എന്നാൽ പലർക്കും പശ്ചിമഘട്ട സംരക്ഷണമെന്നാൽ കാട്ടാനകളുടെയും കടുവകളുടെയും സംരക്ഷണമാണ്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ഗവേഷണ സ്ഥാപനമായ എട്രിയിലെ ശാസ്ത്രജ്ഞർ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനല്ല, ചെറുജീവികളുടെ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകേണ്ടതെന്ന നിർദ്ദേശം എട്രി പുറത്തിറക്കിയ ഇൻവെർട്ടിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഇൻ വെസ്റ്റേൺ ഗാട്സ് എന്ന പഠനഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നു. കൊല്ലം സ്വദേശിയായ ഡോക്ടർ പ്രിയദർശനൻ ധർമ്മരാജനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ചാണകവണ്ടുകളും അപൂർവ ഇനം ഉറുമ്പുകളും ഉൾപ്പെടെ 35ഓളം സൂക്ഷ്മജീവികളെയാണ് ഈ ശാസ്ത്രജ്ഞൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. ആനകളെയും കടുവകളെയും വലിയ മൃഗങ്ങളെയും മാത്രം സംരക്ഷിക്കുന്നതുകൊണ്ട് പ്രകൃതി സംരക്ഷണം പൂർണ്ണമാകുമെന്നാണ് നാം ധരിച്ചു വച്ചായിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്നും നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ട ഗവേഷണത്തിൻ്റെ ആയാലും അല്ലാതെയുള്ള പ്രവർത്തനങ്ങളും കൂടുതലും ആനകളെയും കടുവകളുടെയും സംരക്ഷണത്തിന് മാത്രമാണ് നമ്മൾ ചെലവിടുന്നത്. എന്നാൽ ലിറ്റിൽ തിങ്സ് ദോസ് റൺ ദ വേൾഡ് എന്ന് ഡോക്ടർ യു വിൽസൺ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചെറുപ്രാണികളാണ് ഭൂമിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ പരിസ്ഥിതി ഗവേഷണങ്ങൾ പലതും കാട്ടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. കാട്ടിലല്ല, നാട്ടിലാണ് ഗവേഷണങ്ങൾ നടക്കേണ്ടതെന്നും പ്രിയദർശനൻ ആവശ്യപ്പെടുന്നു. പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ. വേനലെത്ത് മുൻപേ കേരളത്തിന്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിൽ വെള്ളം വറ്റി തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 1.3 മീറ്റർ വരെ താഴ്ചയിലാണ് തടാകത്തിലെ ജലനിരപ്പ്. വെള്ളം കുറഞ്ഞതോടെ കൊല്ലം ജില്ലയിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി. ഒരു കാലത്ത് സമുദ്രനിരപ്പിൽ നിന്നും 3 മീറ്ററിലധികം ഉയരത്തിൽ 20 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടന്ന ശുദ്ധജല കലവറയായിരുന്നു ശാസ്താംകോട്ട തടാകം. ഇന്ന് ആസന്നമായ ദുരന്തത്തെ വരവേൽക്കുന്നതുപോലെ ദയനീയമാണ് തടാക കാഴ്ച. വേനലാകും മുമ്പേ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് 1.3 മീറ്ററോളം താഴ്ന്നു കഴിഞ്ഞു. തടാക തീരത്തെ ചെടികൾ പോലും കരിഞ്ഞുണങ്ങി.
ഇത് വെള്ളം കഴിഞ്ഞ പ്രാവശ്യവും വെള്ളമില്ലായിരുന്നു, ഇതേപോലുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ 2 മഴ പെയ്താൽ തന്നെയും ഇത്രയും വെള്ളം ഇനി വരാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് വല്ല ചെളി എടുത്തോ ഒക്കെ മാറ്റി നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വെള്ളം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. പ്രധാന ശുദ്ധജല സ്രോതസ്സായ ശാസ്താംകോട്ട തടാകത്തിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ കൊല്ലം ജില്ലയിലെ ജലവിതരണവും തടസ്സപ്പെട്ടു. ഒരാഴ്ചയായി നഗരത്തിലേക്കുള്ള ജലവിതരണത്തിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട്ടിൽ വനമേഖലകൾ കാട്ടുതീ ഭീഷണിയിലാണ്. ബന്ദിപ്പൂർ കടുവാസിംഗത്തിൽ പടർന്നു പിടിച്ച കാട്ടുതീ അതിർത്തി വനങ്ങളിലേക്കും പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. അതേസമയം കടുത്ത വരൾച്ചയും രൂക്ഷമാവുകയാണ് ഇവിടെ. വയനാട് വന്യജീവി സങ്കേതത്തിനരികിൽ പടർന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായെങ്കിലും വരണ്ടുണങ്ങി നിൽക്കുന്ന വനമേഖലകൾ കാട്ടുതീ ഭീഷണിയിലാണ്. കൂടുതൽ വനപാലകരെ നിയോഗിച്ചും ഫയർലൈൻ ഒരുക്കിയും പ്രതിരോധ നടപടികൾ വനംവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ബന്ദിപ്പൂരിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലാണ് കാട്ടുതീ പടർന്നത്. ഹെക്ടർ കണക്കിന് വനം കത്തിനശിച്ചു. വനത്തിനുള്ളിലെ മിക്ക ജലാശയങ്ങളും നീരുറവകളും വറ്റിവരേണ്ടതോടെ വരുന്ന 3 മാസത്തേക്കെങ്കിലും പ്രതീക്ഷിക്കുന്ന വേനൽ ചൂടിനെ വനവും വന്യജീവികളും എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ വർഷം ലഭിച്ച തുലാമഴ 464 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത്തവണയത് 47.8 മില്ലിമീറ്റർ മാത്രമാണ്. കബനിയും വറ്റിവരേണ്ടതോടെ സമീപ പ്രദേശങ്ങളിലെ ഹെക്ടർ കണക്കിന് പാടങ്ങളും തരിശായി കിടക്കുകയാണ്. ചേമ്പ്രമലയിലും ബാണാസുരയിലും കാട്ടുതീയുണ്ടായി. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. വരും മാസങ്ങൾ വയനാടിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നതാണ് തുടരുന്ന വരൾച്ച സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. സുപ്രധാന വാർത്തയിലേക്ക്. മംഗലാപുരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഹർത്താലോ പ്രതിഷേധ പരിപാടികളോ നടത്താൻ പാടില്ല. മതസൗഹാർദ്ദ ചടങ്ങ് നടക്കുന്നതിന് തടസ്സമില്ല എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിശദാംശങ്ങൾ. മംഗലൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ചേരുന്നു. സണ്ണി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജീഷ്, ഇപ്പോൾ വളരെ വൈകിട്ടാണ് പോലീസ് കമ്മീഷണർ, മംഗലാപുരം IG റാങ്കിലുള്ള പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നാളെ 144 കേസ് മംഗലാപുരത്ത് ബാധകമാക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ റാലികളോ അതോടൊപ്പം തന്നെ ഹർത്താലോ നടത്താൻ പാടില്ല. BJP സംഘപരിവാറുകളുടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് അനുവദിക്കില്ല. എന്നാൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്ന മതസൗഹാർദ്ദ റാലിക്ക് ഇത് ബാധകമല്ല എന്നും വളരെ വ്യക്തമായ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ഉത്തരവാണ്. മംഗലാപുരത്തെ സംബന്ധിച്ച് വളരെ സംഘർഷമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇടതുപക്ഷ CPM-ന്റെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ റാലി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചായിരുന്നു. അതേ ദിവസം തന്നെയാണ് സംഘപരിവാർ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ സംഘർഷം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് BJP സംഘപരിവാറും പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിനെതിരായിട്ടുള്ള 144 നിലവിൽ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് സംഘപരിവാറിന് ഒരു കാരണവശാലും ഹർത്താൽ ആഹ്വാനം ചെയ്യുവാനോ അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങാനോ സാധിക്കില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കർണാടക സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം പോലീസ് കമ്മീഷണർ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ വൈകിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം പുറത്തു വന്നിട്ടുള്ളത്. പ്രജേഷ്, സണ്ണി, എല്ലാ സാഹചര്യങ്ങളെയും ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അടക്കം എല്ലാ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടും ഇന്റലിജൻസിന്റെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചതിന് ശേഷമാണോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്? പ്രജീഷ്, സംഘപരിവാറിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് മംഗളൂരു നഗരം, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ല. സംഘർഷ സാധ്യത വളരെയേറെ ഉണ്ട് എന്നുള്ളത് കണക്കാക്കിയാണ് പോലീസ് ആക്ട് പ്രകാരം 144 ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങളും പോലീസ് ആക്ട് അനുസരിച്ച് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർത്താൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. CPM പ്രഖ്യാപിച്ചിരിക്കുന്ന മതസൗഹാർദ്ദ റാലി പരാജയപ്പെടുത്തുക എന്നുള്ള വളരെ വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയാണ് സംഘപരിവാർ ഇതേ ദിവസം തന്നെ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേ തോന്നുന്ന സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പോലീസ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഹർത്താൽ അനുവദിക്കില്ല, പ്രതിഷേധ പ്രകടനങ്ങൾ അനുവദിക്കില്ല. എന്നാൽ CPIM പ്രഖ്യാപിച്ചിരിക്കുന്ന മതസൗഹാർദ്ദ റാലിക്ക് ഈ ആക്ട് ബാധകമല്ല. CPM-ന്റെ മതസൗഹാർദ്ദ റാലിക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മതസൗഹാർദ്ദ റാലി ഉദ്ഘാടന ചടങ്ങുകളോ യാതൊരു വിധത്തിലും ഈ ആക്ട് ബാധകമല്ല എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. സംഘർഷാവസ്ഥ ഒഴിവാക്കുക, വളരെ സമാധാനപരമായി മതസൗഹാർദ്ദ റാലി നടത്തുവാൻ അനുകൂലമായ നിലപാടാണ് കർണാടക സർക്കാർ, അതുപോലെ പോലീസ് ആക്ട് അനുസരിച്ച് പോലീസ് കമ്മീഷനും എടുത്തിരിക്കുന്ന നിലപാട്. പ്രജീഷ്,
സണ്ണി, അതായത് വ്യക്തമായ തിരിച്ചടിയാണ് സംഘപരിവാർ നേതൃത്വത്തിന് BJP-യുടെയൊക്കെ തന്നെ നേതൃത്വത്തിനുണ്ടായിരിക്കുന്നത്. വ്യക്തമായ വലിയ ഒരു പ്രക്ഷോഭമൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിരോധവും മുന്നോട്ട് പോകാനുള്ള നീക്കത്തിന് തിരിച്ചടി അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും പ്രജീഷെ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ സംഘപരിവാറിന്റെ രാഷ്ട്രീയ വർഗീയ അജണ്ടയ്ക്കെതിരായ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് പോലീസ് ആക്ട് അനുസരിച്ച് 144 മംഗലാപുരം നഗരത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് നാളെ സംഘപരിവാറിന് ഹർത്താൽ ആഹ്വാനം നടത്തുവാനോ അതിന്റെ ഭാഗമായി അവരുടെ പ്രവർത്തകർക്ക് രംഗത്തിറങ്ങുവാനോ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ശക്തമായ പോലീസ് നടപടി ഉണ്ടാവും. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗലാപുരത്ത് എത്തുന്നതിനെ തടയുകയോ അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ശക്തമായ നടപടിക്ക് വിധേയമാക്കുമെന്ന് പോലീസ് കമ്മീഷണറും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായി വന്ന 23 എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റർമാരെയാണ് മംഗലാപുരത്തെ ഇതിന്റെ പ്രത്യേക ഡ്യൂട്ടിയായി നിയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സംഘർഷാവസ്ഥ വന്നാൽ ഫയറിംഗ് ഉൾപ്പെടെയുള്ള വെടിവെപ്പ് ഉൾപ്പെടെയുള്ള അധികാരങ്ങളോട് കൂടി തന്നെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റർമാരെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ സാധാരണഗതിയിൽ 4 പേരിൽ കൂടുതൽ ഒന്നിച്ചു ചേരുന്നത് 144 പ്രകാരം പോലീസ് ആക്ട് 144 പ്രകാരം സാധ്യമല്ല. പക്ഷേ ഇടതുപക്ഷം നേരത്തെ തന്നെ അനുമതി വാങ്ങിയിരിക്കുന്ന മതസൗഹാർദ്ദ റാലിക്ക് പോലീസ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് 144 പരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സംഘപരിവാറിന് വലിയ സ്വാധീനമുള്ള മംഗലാപുരത്ത് ഇങ്ങനെയൊരു ഇളവ് ഇടതുപക്ഷത്തിന്റെ റാലിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസ് എടുക്കുന്ന മുൻകരുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രജേഷ്, ശരി, സൺഡേയാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ വ്യക്തമായ നിർദ്ദേശം 144 പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വ്യാസൻ KP സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം അയാൾ ജീവിച്ചിരിപ്പുണ്ട് ട്രെയിലർ പുറത്തിറങ്ങി. ജീവിതത്തിലെ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന 2 പേരുടെ യാത്രയാണ് സിനിമയുടെ പ്രമേയം. ലോകപ്രശസ്തനായ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരൻ ജോൺ മാത്യു മാത്തനായി വിജയ് ബാബുവും മത്സ്യത്തൊഴിലാളിയായ മുരുകനായി മണികണ്ഠനും എത്തുന്നു ഈ ചിത്രത്തിൽ. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ന്യൂസ് മിക്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.